എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. அந்த ரிப்போர்ட்டர் சேனல்ல ஒரு மொட்டை மண்டைய மொட்டை ഇത് എന്നെ ഉദ്ദേശം എന്നെ തന്നെ ഉദ്ദേശം എന്നെ മാത്രം ഉദ്ദേശം மொட்டைத்தன அவன் பேர் என்ன? അരുണാ? മൊട്ടை മണ്ടയ അരുൺ, എന്താ കുറിപ്പിയേട്ട കാര്യം? ഇത് കുഴപ്പമാവുന്ന ലക്ഷണമാണല്ലോ. നീ കാരണമാണ് ഇത്രയും പ്രശ്നമായത് എന്റെ കുടുംബത്തിൽ. ഈശ്വര, ഞാനോ? അല്ല പിന്നെ ഞാനായിരിക്കും. എന്ത് അടിസ്ഥാനത്തില എന്നെ നീ വിളിച്ചു? എന്ത് അറിയാം നിനക്ക്? നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. അരുണേ, മൊട്ട തന്നെ നീ. മണ്ടയിലും ഒന്നുമില്ല, അകത്തും ഒന്നുമില്ല. എന്ത് അടിസ്ഥാനത്തിൽ വിളിച്ചെന്നെ? 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചെന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസിലും? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്റെ സന്തോഷം നോക്കിയാ പോരെ. അവിടെ നിന്ന് തുടങ്ങിയതാ ഈ പ്രശ്നം. അള്ളാനെ, ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? ഇത് ഇങ്ങനെ എന്ത് അടിസ്ഥാനം? உங்களுக்கு റെക്കോർഡ്സ് എടുക്കണം. ഇത് പ്രശ്നമാവും. റെക്കോർഡ്സ് ഇല്ലാമ ഒരു സാറ്റലൈറ്റ് ചാനൽ, റിപ്പോർട്ടർ ചാനൽ എങ്ങനെ നിങ്ങൾ അത് പറയും? നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുക ഞാൻ പറയും. If you dare come in live, എങ്ങോട്ട് പേശ്, ലൈവില പേശ്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് വെറുതെ അങ്ങനെ തിന്നിടോ. ലൈവില പേശ്. എൻ കുടുംബം എപ്പോഴും കഷ്ടപ്പെടുത്ത് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. നീ പറഞ്ഞ ഒറ്റ ഒരു കള്ളത്തനം കൊണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട. ഒരു കുടുംബം നശിപ്പിക്കാനാണ്. ഞങ്ങളൊക്കെ പിടിച്ചു പറിക്കാനും പോക്കറ്റ് അടിക്കാനും നീ മാത്രം മാന്യൻ അല്ലടാ. അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. പഠിക്കാൻ പറ്റും? എങ്ങനെ പഠിക്കണം? നിങ്ങൾ മണ്ടന്മാരാണോ? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഒരു ബോധം വേണ്ടേ? നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് ആണോ? ഒരു ബോധം, നിങ്ങൾക്ക് അറിവില്ലേ? ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.